ഇതുപോലത്തെ ഒരു ചോദ്യം എവിടെ ചെയ്തിട്ടുണ്ട്? സെക്ഷൻ 1 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇത് ഫിസിക്സുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സിലെ പ്രോബ്ലമാണ്. എന്ത് ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. എന്താണ്? An object starts with a speed of u meter per second. അപ്പൊ ഏതോ ഒരു ഒബ്ജക്റ്റ്, ഏതോ ഒരു വസ്തു അതെന്ത് ചെയ്യുകയാണ്? സ്റ്റാർട്ട് ചെയ്തു അല്ലെ, ആരംഭിച്ചു. എങ്ങനെ? വിത്ത് എ സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ ഫിസിക്സുകാർ വിളിക്കും ഇനിഷ്യൽ വെലോസിറ്റി. കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ ആദ്യ പ്രവേഗം എന്ന് പറയും. എന്ത് പറയും? ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. എത്രയാണത്? യു മീറ്റർ പെർ സെക്കൻഡ്. എന്നിട്ട് ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ വസ്തു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേർരേഖയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. നമ്മളെ പോലെ വളഞ്ഞ വഴിയിൽ നിന്ന് സഞ്ചരിക്കുന്ന ആളല്ല, പുള്ളി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. ഓക്കെ. എന്നിട്ട് ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ്. അപ്പൊ ഈ വസ്തു ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കുന്നുണ്ട്. എത്ര വെച്ച്? ഒരു സെക്കൻഡിൽ എ മീറ്റർ എന്ന ക്രമത്തിൽ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അല്ലാതെ തുടങ്ങിയ വേഗതയിൽ തന്നെ പോവോ വേഗത കുറയുവോ ഒന്നും ചെയ്യുന്ന ആളല്ല. പുള്ളി ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും പുള്ളിയുടെ വേഗത എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കുന്നുണ്ട്. എത്ര വെച്ച്? എ വെച്ച്. ഓക്കെ. എന്നിട്ട് ബാക്കി വെച്ചാട്ടെ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ് ഈസ് ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ടി സെക്കൻഡ് സമയം കൊണ്ട് നമ്മുടെ വസ്തു സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇതിൽ യു ആര്? ഇനിഷ്യൽ വെലോസിറ്റി. എന്താ പറയും മലയാളത്തിൽ? എന്താ പറയും? ആദ്യ പ്രവേഗം. ടി എന്താണ്? ടൈം. എ എന്താണ്? അതിന്റെ സ്പീഡ് കൂടുന്നതിന്റെ അളവാണ് എ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ സെക്കൻഡിലും ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി വെച്ചാട്ടെ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റർ. എന്ന് വെച്ചാ ഈ വസ്തു 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അടുത്തത് ആൻഡ് ട്രാവൽഡ് ഇൻ 28 മീറ്റർ. ഇതേ വസ്തു 4 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 28 മീറ്ററും സഞ്ചരിച്ചു. വാട്ട് വാസ് ദി സ്റ്റാർട്ടിംഗ് സ്പീഡ്? ആരെ കണ്ടുപിടിക്കണം? അപ്പൊ ഈ എഴുതി വെച്ചേക്കുന്ന അനുസരിച്ച് ആരാ സ്റ്റാർട്ടിംഗ് സ്പീഡ്? ആരാ? യു. അപ്പൊ ഈ യു എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അടുത്തത് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്? സ്പീഡ് വർദ്ധിക്കുന്നതിന്റെ അളവ് അത് എത്ര? എ മീറ്റർ. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഏതോ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ്, യാത്ര തുടങ്ങുന്ന വേഗത യു മീറ്റർ പെർ സെക്കൻഡ്. വസ്തു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അത് അതിന്റെ വേഗത എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കുന്നുണ്ട്. എത്ര വെച്ച്? എ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് വർദ്ധിപ്പിക്കും. ഈ ടി സെക്കൻഡ് സമയം കൊണ്ട് ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇനി പറയുന്നു 2 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 10 മീറ്റർ. 4 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 28 മീറ്റർ. അപ്പൊ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ വസ്തു സഞ്ചരിക്കാൻ തുടങ്ങിയ സ്പീഡ് എത്രയാണ്? അതായത് ആരെ കണ്ടുപിടിക്കണം? യുവിനെ കണ്ടുപിടിക്കണം. പിന്നെ എത്ര വെച്ചാണ് സ്പീഡ് കൂടുന്നത്? അതായത് ആരെ കണ്ടുപിടിക്കണം? എയെ കണ്ടുപിടിക്കണം. കാര്യം പിടികിട്ടി എല്ലാവർക്കും? ഇത്രയും കാര്യങ്ങൾ ആ പ്രോബ്ലത്തിന്റെ വർക്കിംഗ് കോളത്തിലൂടെ എല്ലാവരും ഒന്ന് എഴുതിയിട്ടെ. ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോ? ഓൺലൈൻകാർ ചോദ്യം എഴുതിയോ? നോക്കിക്കോളൂ, നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയാണ്.
അപ്പൊ ഈ പ്രോബ്ലം ചെയ്യാനുള്ള, അതായത് നിങ്ങളുടെ ഇപ്പൊ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്, വീട് തുറക്കണം. അപ്പൊ ആ വീട് തുറക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മെയിൻ എൻട്രൻസ് വേണം തുറക്കാൻ, അല്ലേ? പ്രധാന വാതിൽ തുറന്ന് അകത്ത് കയറിയാൽ മാത്രമല്ലേ അകത്ത റൂമുകൾ ഓരോന്നോട് തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ പ്രധാന വാതിലിന്റെ താക്കോൽ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ഞാൻ ഈ ബോർഡിൽ എഴുതിയും ഇട്ടിട്ടുണ്ട്. ആ താക്കോല് വെച്ച് വേണം നമ്മൾ ഈ റൂം തുറന്ന് അകത്തോട്ട്, വീടിനകത്തോട്ട് കയറാൻ. പിന്നെ തുറക്കാനുള്ള താക്കോലുകൾ ചെറുത് ചെറുത് അവിടെ ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഏതാണ് ഈ മെയിൻ താക്കോൽ? ഈക്വൽ നല്ലത് എഴുതി വെച്ചേക്കുന്നേ. ആ ടി ടൈം കൊണ്ട്, ടി സമയം കൊണ്ട് ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ സിത്താരുടെ ഒക്കെ വീടിന്റെ മെയിൻ താക്കോൽ. ഇത് വെച്ച് തുറന്ന് നമ്മൾ അകത്തോട്ട് കയറാൻ പോവാം. അപ്പൊ എഴുതിയാട്ടെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ്. അപ്പോ എന്തോ എഴുതും മലയാളത്തില്? അപ്പോ മലയാളത്തിൽ എന്തെഴുതും? ടി സമയം കൊണ്ട് വസ്തു സഞ്ചരിക്കുന്ന ദൂരം സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. നമ്മള് പ്രധാനപ്പെട്ട വാതിൽ തുറന്ന് വീടിനകത്ത് കയറി. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ റൂം തുറക്കണം. ആ റൂം തുറക്കാനുള്ള 2 ചെറിയ താക്കോലുകൾ ക്വസ്റ്റ്യനകത്തിലുണ്ട്. പറഞ്ഞാട്ടെ ഏതാണ്? 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ സഞ്ചരിക്കണം. അപ്പൊ എഴുതിയാട്ടെ, വെൻ ടി ഈക്വൽ 2 സെക്കൻഡ്സ്. ഈ 10 മീറ്റർ എന്ന് പറയുന്നത് എന്തുവാ? 10 മീറ്റർ ഇതുള്ളു. 10 മീറ്റർ എന്തുവാ? സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പൊ എഴുതുക, ഡിസ്റ്റൻസ് ഈക്വൽ 10 മീറ്റർ. അണ്ടർലൈൻ ചെയ്യുക. ഇത് നമ്മൾ എവിടോട്ട് കൊണ്ടുപോയി കൊടുക്കണം? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ്, എന്റെ കൂടെ സ്റ്റെപ്പ് പറഞ്ഞ് എഴുതി വന്നാട്ടെ. ആ സ്റ്റെപ്പിന് ഇടതുവശം വായിച്ചേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ്. അപ്പൊ ഇടതുവശത്ത് ആദ്യം ഡിസ്റ്റൻസ് അല്ലേ എഴുതേണ്ടത്? ഡിസ്റ്റൻസ് എത്ര? 10. അപ്പൊ 10 ഈക്വൽ യു ടി. യു അറിയാവോ? ഇല്ല. ഇൻറ്റു ടി എത്ര? 2. യു ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ അറിയാവോ? ഇല്ല. ടി അറിയാവോ? എത്ര? 2. അപ്പൊ 2 സ്ക്വയർ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? നിങ്ങൾ വൃത്തിയായിട്ട് ശബ്ദം ഉണ്ടാക്കാതെ ഉണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പൊ 10 is equal to u into 2. u2. അത് ഇംഗ്ലീഷിൽ 2u. 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ. ഈ 2ഉം ഈ 4 കൂടെ വെട്ടിയാൽ 2 എന്ന് കിട്ടും. അപ്പൊ 10 ഈക്വൽ 2u പ്ലസ് ബാക്കി ആരുണ്ട് മിച്ചം? 1 ഉണ്ട്, എ ഉണ്ട്, 2 ഉണ്ട്. അപ്പോ 2a. ഈ ഇക്വേഷനിൽ വന്നിരിക്കുന്ന നമ്പറുകളെ കണ്ടോ? നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിക്കേ. എന്താ ചോദിച്ചോട്ടെ. 2 എങ്ങനെ വന്നേന്നോ? 2 സ്ക്വയർ ആണ് 4 ആയി മാറിയത്. ആ 4ഉം ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2ഉം കൂടെ കട്ട് ചെയ്തു. അപ്പൊ എത്ര വന്നു? 2. കട്ട് ചെയ്തേക്കുന്ന 2 4ന്റെ സ്ക്വയർ നല്ലത്. ഈ ഇക്വേഷൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകത ഇല്ല. 10 2 2. എല്ലാവരും 2വിന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അപ്പൊ എഴുതുക, ഡിവൈഡഡ് ബൈ 2. അപ്പോ 10/2 ഈക്വൽ
2u/2 പ്ലസ് 2a/2. 10/2 എത്ര? 5. അപ്പൊ 5 ഈക്വൽ 2 2 വെട്ടിപ്പോയിട്ട് u കിട്ടും ആണോ? 2 2 വെട്ടിപ്പോയിട്ട് a കിട്ടും. അപ്പൊ എന്താ കിട്ടും ഇക്വേഷൻ? u പ്ലസ് എ. തിരിച്ചെഴുതിയാൽ u പ്ലസ് എ ഈക്വൽ 5. ഇക്വേഷൻ നമ്പർ 2. ഓൺലൈൻകാർക്ക് ഇക്വേഷൻ നമ്പർ 2 വരെ ക്ലിയർ ആയോ? ഓക്കെ. ക്ലാസ് ഇരിക്കുന്നവരും ഓൺലൈൻകാരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇക്വേഷൻ നമ്പർ 2 വരെ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. വായിച്ചാട്ടെ. വീണ്ടും അടുത്ത മുറി തുറക്കാനുള്ള താക്കോലും ചോദ്യത്തിലുണ്ട്. പറഞ്ഞാട്ടെ. അത് തന്നെ പറഞ്ഞാട്ടെ. എന്നോട് പറയുന്നുണ്ട്. 4 സെക്കൻഡ് കൊണ്ട് ആ വസ്തു എത്ര ദൂരം സഞ്ചരിക്കും? 28 മീറ്റർ സഞ്ചരിക്കും. അപ്പൊ ഇതൊന്ന് പറഞ്ഞാട്ടെ. when t equal 4 seconds distance equal 28 മീറ്റർ. അപ്പൊ ഇതിന്റെ മലയാളം എങ്ങനെ എഴുതി വെക്കും? സമം 4 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്റ്റൻസ് ദൂരം സമം 28 മീറ്റർ. ഓക്കെ ആണോ? അപ്പൊ നമ്മള് ഈ വില എവിടെ കൊണ്ടുപോയി കൊടുക്കണം? എഴുതുക. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ. എന്തായിരുന്നു? 28 is equal to u into 4 plus half into a into 2 സ്ക്വയർ ആണോ? 4 സ്ക്വയർ അല്ലേ? അപ്പോൾ 28 is equal to u into 4u plus half into a into 4ന്റെ സ്ക്വയർ 16 16 ആണോ? ഈ രണ്ടും ഈ 16 വെട്ടി എത്ര കിട്ടും? 8. ഓക്കെ. അപ്പൊ എഴുതുന്നു 28 is equal to 4u plus 1 into a into 8. ഇവിടെ വന്നിരിക്കുന്ന നമ്പറുകളെയൊക്കെ ഒന്ന് വായിച്ചേ നിങ്ങൾ. 28, 4, 8. എന്തേലും പ്രത്യേകത? മൾട്ടിപ്പിൾസാ. എങ്കിൽ ഇതിനെ മൊത്തത്തിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അപ്പൊ എഴുതുക ഡിവൈഡഡ് ബൈ 4. അപ്പൊ 28/4 ഈക്വൽ 4u/4 പ്ലസ് 8a/4. 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേ 7 ഈക്വൽ 4ഉം 4 കട്ട് ചെയ്ത് പോയാൽ u കിട്ടും. 8ഉം 4 കട്ട് ചെയ്താൽ 2 കിട്ടും. 2a ആണോ? തിരിച്ചെഴുതിയാൽ u പ്ലസ് 2a ഈക്വൽ 7. ഇക്വേഷൻ നമ്പർ 3. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. ഇക്വേഷൻ നമ്പർ 3 വരെ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക, ഡൗട്ട് ഇല്ലെങ്കിൽ ഇരിക്കുക. അപ്പൊ ഇപ്പൊ നമുക്ക് യുവിലും എയിലും ഉള്ള 2 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് വായിച്ചേ. എഴുതുക. u പ്ലസ് എ ഈക്വൽ 5 ആണോ? ഇക്വേഷൻ നമ്പർ 1 2. അടുത്തത് u പ്ലസ് 2a ഈക്വൽ 7 ആണോ? ഇക്വേഷൻ നമ്പർ. ഇതിപ്പോൾ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ ആയില്ലേ? സാധാരണ എക്സും വൈയും വരുന്നതിന് പകരം ഇവിടെ യുവും എ. അപ്പൊ ഇനി ഇത് സോൾവ് ചെയ്ത് ആരുടെ വില കണ്ടുപിടിക്കണം? എയുടെയും യുവിന്റെയും വില കണ്ടുപിടിക്കണം. എന്താണ് മാർഗം? എലിമിനേഷൻ മെത്തേഡ്. എങ്ങനെ എലിമിനേറ്റ് ചെയ്യും? ആദ്യത്തേതിൽ യു ഉണ്ട്, രണ്ടാമത്തേതിൽ യു ഉണ്ട്. അപ്പൊ എന്താ എലിമിനേഷൻ? ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 എഴുതിയാട്ടെ. 2 - 3 ഇംപ്ലൈസ്
യുവിൽ നിന്ന് യു കുറച്ചാൽ 0. എയിൽ നിന്ന് 2a കുറയ്ക്കണം, ശ്രദ്ധിച്ചു പറയണം. -a ഈക്വൽ 5ൽ നിന്ന് 7 കുറയ്ക്കണം, -2. -a ഈക്വൽ -2 ആണോ? അപ്പൊ എയുടെ വില എ കിട്ടിയില്ലേ? എ കിട്ടിയോ? എ കിട്ടിയാൽ യു എങ്ങനെ കണ്ടുപിടിക്കും? എഴുതുക. പുട്ട് എ ഈക്വൽ ടു ഇൻ ഇക്വേഷൻ നമ്പർ 2 മലയാളത്തിൽ എ സമം 2 എന്ന് സമവാക്യം 2ൽ ആരോപിച്ചാൽ പറഞ്ഞാട്ടെ. ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് പറഞ്ഞു യു പ്ലസ് 2 ഈക്വൽ 5. അപ്പൊ യു ഈക്വൽ 2. അപ്പൊ യു ഈക്വൽ ആരുടെ വില കിട്ടി? യുവിന്റെ വില കിട്ടി. അപ്പൊ എയും കിട്ടി, യുവും കിട്ടി. ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടിയിരുന്നോ? അപ്പൊ ലാസ്റ്റ് നമുക്ക് എഴുതി നോക്കാമല്ലോ. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ എഴുതുക. സ്റ്റാർട്ടിംഗ് സ്പീഡ് മലയാളത്തിൽ എന്താണ്? ആദ്യ പ്രവേഗം സമം ആദ്യം നമ്മൾ യു മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. യു മീറ്റർ പെർ സെക്കൻഡ്. ആ യുവിന്റെ വില ഇപ്പൊ എത്ര കിട്ടി? 3 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ റേറ്റ് അറ്റ് വിച്ച്, ഇത് കഴിഞ്ഞതിന് ശേഷം റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്, വേഗതയുടെ വർധനവിന്റെ നിരക്ക്. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്, വേഗതയുടെ വർധനവിന്റെ നിരക്ക്. അത് നമ്മൾ എന്ത് എഴുതി വെച്ചേക്കുന്ന? ആദ്യം എ മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ എയുടെ വിലയോ 2 മീറ്റർ പെർ സെക്കൻഡ്. കിട്ടിയോ? ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? ശരി. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ചോദ്യം നിർത്തി വായിക്കുക. അപ്പൊ നമുക്ക് വായിച്ച അർത്ഥം മനസ്സിലാക്കി എടുക്കാം. വായിച്ചാൽ എന്താണ്? എ 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 99 വരെയുള്ള ഏതോ ഒരു നമ്പറിനെ കുറിച്ചാണ് ചോദ്യം. ബാക്കി വായിച്ചാട്ടെ. ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. വളരെ ശ്രദ്ധിക്കുക. ഏതോ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ആ 2 ഡിജിറ്റിന്റെയും കൂടിയുള്ള സം എന്ന് പറഞ്ഞാൽ അത് രണ്ടോ കൂട്ടുമ്പോൾ നമ്പർ കിട്ടുമല്ലോ. അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ ആരെ തിരിച്ചു കിട്ടും? നമുക്ക് ആ 2 ഡിജിറ്റ് നമ്പറിനെ തിരിച്ചു കിട്ടും. എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു, അതായത് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ, 2 അക്ക സംഖ്യ. ഈ 2 ഡിജിറ്റ് നമ്പർ എന്തിനോട് ഈക്വൽ എന്ന് പറഞ്ഞേക്കുന്നത്? 6 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ്സ്. ആ നമ്പറിനകത്തിലെ ഡിജിറ്റുകളുടെ സമ്മിനെ, അക്കങ്ങളുടെ തുകയെ അതുകൊണ്ട് ഏതോ ഒരു 2 അക്ക സംഖ്യ, അതിനകത്തിലെ 2 ഡിജിറ്റ് ഉണ്ടല്ലോ, ആ 2 ഡിജിറ്റും കൂടെ കൂട്ടിയിട്ട് അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ആ 2 ഡിജിറ്റ് നമ്പർ തന്നെ ആയിരിക്കും. അത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ മലയാളത്തിൽ ചോദ്യം മനസ്സിലായോ? ബാക്കി വായിച്ചേ. ദ നമ്പർ ഗോഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. നമ്മൾ ഡിജിറ്റുകളെ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച്. 2 ഡിജിറ്റ് നമ്പർ ആകുന്നത് 2 ഡിജിറ്റ് ഉണ്ട്. ആ ഡിജിറ്റുകളെ ഇന്റർചേഞ്ച് ചെയ്യുക, പരസ്പരം മാറ്റി എന്ത് ചെയ്തു? അപ്പൊ കിട്ടും ഡിജിറ്റ് ഈസ് 9 more than 4 times the sum of the digits. എന്നുവെച്ചാ ഇങ്ങനെ ഡിജിറ്റുകളെ പരസ്പരം മാറ്റുമ്പോൾ ഒരു പുതിയ നമ്പർ കിട്ടുമല്ലോ. ആ പുതിയ നമ്പർ എന്ന് പറയുന്നത് ആ ഡിജിറ്റുകളുടെ സമ്മിനെ
4 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൂട്ടുന്നതിനോട് തുല്യമാണ്. ഡിജിറ്റുകളുടെ സമ്മിനെ, അക്കങ്ങളുടെ തുകയെ 4 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൂട്ടുന്നതിനോട് തുല്യമാണ്. വാട്ട് ഈസ് ദി നമ്പർ? എങ്കിൽ ആ നമ്പർ ഏതാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങിയപ്പോ എന്തൊക്കെയാ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 2 ഡിജിറ്റ് നമ്പർ ആകുമ്പം അതിന് 2 പ്ലേസിൽ ആളുകൾ വേണം. ഏതൊക്കെ പ്ലേസിലുള്ള ആളുകളെയാണ്? യൂണിറ്റ് പ്ലേസിലെയും 10th പ്ലേസിലെയും. ഒറ്റയുടെ സ്ഥാനത്തെയും 10ന്റെ സ്ഥാനത്തെയും ഡിജിറ്റ് വേണമല്ലോ. അപ്പൊ എഴുതിയാട്ടെ, ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അത് മതി, അക്കം സമം എക്സ്. അടുത്തത് ഡിജിറ്റ് ഇൻ ദി 10th പ്ലേസ്. 10ന്റെ സ്ഥാനത്തെ അക്കം സമം വൈ. രണ്ടൂടെ ചേർക്കാം. സപ്പോസ് ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല? ഓക്കെ ആണല്ലോ? ഓക്കെ ആണേ? ശരി. അങ്ങനാണെങ്കിൽ നമുക്ക് ആ നമ്പർ ഒന്ന് എഴുതി നോക്കാമല്ലോ. അപ്പൊ നമ്പർ ഈക്വൽ സംഖ്യാസമം കൊള്ളാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്ന യൂണിറ്റ് പ്ലേസിൽ എക്സും 10th പ്ലേസിൽ വൈയും വന്നാൽ നമ്മൾ അതിനെ വൈ എക്സ് എന്ന് എഴുതത്തില്ല. കാരണം വൈ എക്സ് എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം വൈ ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് നമ്മുടെ നമ്പര്. അപ്പൊ നമ്മൾ പണ്ട് 5ാം ക്ലാസ്സിലൊക്കെ പിരിച്ചെഴുതുന്ന ഒരു പരിപാടി പഠിച്ചായിരുന്നു. അങ്ങനെ എഴുതിയത് വൈ ഇൻറ്റു 10 അല്ലെങ്കിൽ 10 ഇൻറ്റു വൈ പ്ലസ് എക്സ്. 10 ഇൻറ്റു വൈ 10y പ്ലസ് എക്സ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓൺലൈൻകാർക്ക് ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ അവര് എന്തോ ഒരു കാര്യം ആ നമ്പറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് അതിലെ ഡിജിറ്റുകളുടെ സമ്മിനെ 6 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ സംഗതി? ചോദ്യത്തിന്റെ ആദ്യ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ എഴുതുക, 2 ഡിജിറ്റ് നമ്പർ ഈക്വൽ 2 ഡിജിറ്റ് നമ്പർ ഈക്വൽ പറഞ്ഞാട്ടെ 6 ഇൻറ്റു സം ഓഫ് ദി ഡിജിറ്റ്സ്. സം ഓഫ് ദി ഡിജിറ്റ്സ്. എഴുതിയോ? അപ്പൊ പറഞ്ഞാട്ടെ, സം ഓഫ് ദ ഡിജിറ്റ് അല്ല 2 ഡിജിറ്റ് നമ്പർ ഏതാ? 10. അപ്പൊ എന്ത് എഴുതി മലയാളത്തില്? അല്ല, ഇവിടെ എന്ത് എഴുതി? രണ്ടക്ക സംഖ്യ സമം 6 ഗുണം അക്കങ്ങളുടെ തുക എഴുതിയായിരുന്നോ? പിന്നെ പറഞ്ഞാട്ടെ, 2 ഡിജിറ്റ് നമ്പർ ഏതാ? രണ്ടക്ക സംഖ്യ ഏതാ? 10y പ്ലസ് എക്സ് ഈക്വൽ ടു 6 ഇൻറ്റു സം ഓഫ് ദ ഡിജിറ്റ്, അക്കങ്ങളുടെ തുക. ഇത് രണ്ടെണ്ണമാണ് അക്കങ്ങൾ, ഡിജിറ്റുകൾ. അപ്പൊ അവരുടെ തുക എക്സ് പ്ലസ് വൈ. ആണോ ഓൺലൈൻകാർ? ആണോ? അപ്പോ 10y പ്ലസ് എക്സ് ഈക്വൽ ടു 6 അകത്തോട് ഗുണിക്കുന്നു. 6 ഇൻറ്റു എക്സ് 6x, 6 ഇൻറ്റു വൈ 6y. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിപ്പം ഇടതുവശത്തും വൈയും എക്സ് ഉണ്ട്, വലതുവശത്തും വൈയും എക്സ് ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ രീതി അനുസരിച്ച് എങ്ങനെയാ വരണ്ടേ? എക്സും വൈയും എല്ലാം കൂടെ ഒരു സൈഡിലും ഒരു കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ മാത്രം മറു സൈഡിലുമായിട്ടല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. വരച്ചിട്ടാട്ടെ, ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. പിടിച്ചിട്ടോ? അപ്പൊ 10y പ്ലസ് എക്സ്, ഈ എക്സ് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 6x. ഈ പ്ലസ് 6y ലെഫ്റ്റിലോട്ട് വരുമ്പോ മൈനസ് 6y ഈസ് ഈക്വൽ ടു ബുദ്ധിമുട്ടെന്നെങ്കിലും ഇല്ല. വേണ്ടേ? 10y നിന്ന്
6y കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 4y. എക്സിൽ നിന്ന് 6x കുറയ്ക്കണം. -5 ഈക്വൽ ഇത് കാണുമ്പോൾ നിങ്ങൾ പരീക്ഷ ഹോൾ വിചാരിക്കും മൊത്തം തെറ്റി. കാരണം ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? നിങ്ങൾ ഇതുവരെ ചെയ്ത കണക്കിനകത്തിലെങ്ങാണ് അങ്ങനെ കോൺസ്റ്റന്റ് 0 വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചെയ്ത മൊത്തം എന്താണ്? തെറ്റാ. അങ്ങനൊന്നും വിചാരിക്കരുത്. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ആർക്ക് വരാം? 0യ്ക്ക് വരാം. കേട്ടോ സിത്താരെ? അങ്ങനെ 0 വന്നോന്ന് വിചാരിച്ച് തെറ്റാന്നൊന്നും എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. ഇത് എക്സും വൈയും കൂടെ ഉള്ള ഒരു ഇക്വേഷൻ അല്ലേ? ഇതൊന്ന് വൃത്തിയാക്കി എക്സ് ആദ്യവും വൈ രണ്ടാമതായിട്ട് എഴുതാൻ എങ്ങനെ എഴുതും നമ്മൾ? -5x ഈ എക്സ് ഉള്ളത് ആദ്യം എഴുതി. അപ്പൊ -5x. ഈ വൈ ഉള്ളതിനൂടെ ചിഹ്നം വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പ്ലസ് 4y = 0 വരച്ച് ബോക്സിലിടുന്നു. ഇക്വേഷൻ നമ്പർ ഈ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയതിൽ ക്ലാസ്സിലിരിക്കുന്നവർക്കോ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കോ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ ചോദ്യം ഇട്ടവർക്ക് ചെറിയൊരു കുസൃതി തോന്നി. എന്താണ് ആ കുസൃതി? അതുകൊണ്ട് അവർക്കൊരു കുസൃതി തോന്നി. ഡിജിറ്റുകളെ എന്ത് ചെയ്യാമെന്ന്, അക്കങ്ങളെ പരസ്പരം മാറ്റിയാൽ കൊള്ളാവും. അപ്പൊ എഴുതുക ഹെഡിങ്: ദ ഡിജിറ്റ്സ് ആർ ഇന്റർചേഞ്ച്ഡ്. മലയാളത്തിൽ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ. ഡിജിറ്റ്സ് ആർ ഇന്റർചേഞ്ച്ഡ്, അക്കങ്ങൾ പരസ്പരം നമ്മളുണ്ട്. ഇവിടുന്ന് വീണ്ടും പരിപാടി തുടങ്ങാം. അപ്പൊ എഴുതുക: ഡിജിറ്റ് ഇൻ ദി മിണ്ടുന്നില്ല യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സമം. നേരത്തെ ആരായിരുന്നു? എക്സ്. അതാരായി മാറും? അപ്പൊ എഴുതുക വൈ. ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഈക്വൽ വൈ ആണോ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സമം വൈ. അടുത്തത് ഡിജിറ്റ് ഇൻ ദി 10th പ്ലേസ് ഈക്വൽ എക്സ്. 10ന്റെ സ്ഥാനത്തെ അക്കം സമം എക്സ്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ നമ്മളിവിടെ നമ്പർ എന്ന് എഴുതിയതിന് പകരം ഒരു ചെറിയ മോഡിഫിക്കേഷൻ. എന്തുവാ? ന്യൂ നമ്പർ. ശ്രദ്ധിച്ചു പറഞ്ഞാട്ടെ എങ്ങനെ വരും? 10 × x + y ആണോ? 10 × x എങ്ങനെ എടുത്തു? 10x + y. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഓക്കെ. ഇവിടം വരെ ഓക്കെ ആണോ? നസ്രക്ക് എന്ത് അംശമുള്ളത്? ഇല്ല. ഇത് കഴിയുമ്പോൾ ഒരു കണ്ടീഷൻ ചോദിച്ച് പറയുന്നത് വായിച്ചാട്ട് എന്താണ്? ഇഫ് ദ ഡിജിറ്റ്സ് ആർ ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. അങ്ങനെ ഇട്ട് നമ്പറാണ് ഈ കിടക്കുന്നത്. ഈസ് ഇത് 9 more than 4 times the sum of the എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു പുതിയ നമ്പർ കിട്ടിയില്ലേ? അപ്പൊ എഴുതുക ന്യൂ നമ്പർ  ബാക്കി നിങ്ങളാ പറയണ്ടേ. 9 + 4 × sum of the digits. New number is equal to 9 + 4 × sum of the digits. ഇങ്ങനെയാണോ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ, അക്കങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ കിട്ടിയ പുതിയ നമ്പർ എന്ന് പറയുന്നത് അതിലെ അക്കങ്ങളുടെ തുകയെ, സം ഓഫ് ദ ഡിജിറ്റിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് അതിനോട് എത്ര കൂട്ടുന്നതിന് തുല്യമാണ്? 9 കൂട്ടുന്നതിന്. ഒന്ന് വായിച്ചു നോക്കിയാൽ എങ്ങനെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ദ നമ്പർ
got by interchanging the digits is 9 more, അതാണ് 9 കൂട്ടിയിരിക്കുന്നത് ആരേക്കാൾ 4 times the sum of the digits. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൺലൈൻകാർക്കും ക്ലിയർ ആയോ ഇത്രയും? അപ്പൊ ബാക്കി പറഞ്ഞാട്ടെ. ന്യൂ നമ്പർ എത്ര? 10x plus y equal 9 plus 4 into sum of the digits. Sum of the digits y plus x. y plus x അല്ലെങ്കിൽ x plus y, എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 10x plus y is equal to 9 അവിടെ തന്നെ നിൽക്കട്ടെ, പ്ലസ് 4 into x 4x, 4 into y 4y. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പഠിച്ച കണക്കിനകത്തിലെല്ലാം എക്സും വൈയും എല്ലാം ഒരു സൈഡിലും കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ ഒരു സൈഡിലോട്ടാണ് വരേണ്ടത്. അങ്ങനെ വരുത്തണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഈ 4x-നെയും ഈ 4y-യെയും കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം. അപ്പൊ പറഞ്ഞാട്ടെ 10x പ്ലസ് y അങ്ങനെ തന്നെ എഴുതി ആണോ? ഈ 4x ലെഫ്റ്റിലോട്ട് വരുമ്പോ മൈനസ് 4x, ഈ 4y ലെഫ്റ്റിലോട്ട് വരുമ്പോ മൈനസ് 4y ഈക്വൽ. ആവേശത്തിൽ 0 എന്ന് ചാമ്പിക്കളയരുത്. ഈ കണക്കിൽ ആരവിടെ കിടപ്പുണ്ട്? 9 അവിടെ കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ ആണോ? ഇനി ശ്രദ്ധിച്ചു കുറച്ച് പറഞ്ഞേ. 10x മൈനസ് 4x 6x, y മൈനസ് 4y ഈക്വൽ 9. ഈ ഇക്വേഷനിൽ വന്നിരിക്കുന്ന നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എല്ലാവരും 3യുടെ മൾട്ടിപ്പിൾ 3ന്റെ ഗുണിതമാണ്. നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ എഴുതുക ഡിവൈഡഡ് ബൈ 3. പറഞ്ഞാട്ടെ 6x ബൈ 3 ആണോ? മൈനസ് 3y ബൈ 3 ഈക്വൽ 9 ബൈ 8. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. മൈനസ് 3യും 3യുടെ കട്ട് ചെയ്ത് പോയാൽ y. 9 ബൈ 3 3. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ടാമത്തെ ഇക്വേഷൻ വരെ കിട്ടിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. മൈനസ് 3y ബൈ 3 മൈനസ് 3y ബൈ 3യും 3യും കൂടെ കട്ട് ചെയ്ത് പോകും. അപ്പൊ y വരും മൈനസ് y. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 3. ഇക്വേഷൻ നമ്പർ 2. കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമുക്ക് എക്സിലും വൈയിലുമുള്ള എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ. ഇനി നമുക്ക് സോൾവ് ചെയ്താൽ പോരെ? അപ്പൊ ഒന്നെടുത്തിരിക്കെ ഏതായിരുന്നു നമുക്ക് കിട്ടിയ ഒന്നാമത്തെ ഇക്വേഷൻ? മൈനസ് 5x ആണോ? മൈനസ് 5x പ്ലസ് 4y ഈക്വൽ 0. ഇക്വേഷൻ നമ്പർ. രണ്ടാമത്തെ ഇക്വേഷൻ ഏതാ? 2x മൈനസ് y is equal to 3. ഇക്വേഷൻ നമ്പർ. ബോർഡിലേക്ക് നോക്കിയിരിക്കും. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യാൻ പോകും. സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സിനെ നോക്കും. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കൂടുള്ള നമ്പർ വെറും 5 അല്ല, -5. രണ്ടാമത്തേതിൽ എക്സിന്റെ കൂടുള്ള നമ്പർ 2. രണ്ടും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് വൈയിലോട്ട് പോകാം. ഒന്നാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ, രണ്ടാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ -1. വെറും 1 അല്ല. അപ്പൊ അതൊരുപോലാണോ? സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എക്സിന്റെ കൂടുള്ള നമ്പർ ഒരുപോലെ വരണം, അല്ലെങ്കിൽ വൈയുടെ കൂടുള്ള നമ്പർ ഒരുപോലെ വരണം. എന്ത് ചെയ്യും? 1 into 2 5. രണ്ടുപേരെ ഗുണിക്കണം. ശരിയാണ് തെറ്റാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എളുപ്പമാർഗം പറഞ്ഞു പറയട്ടെ. നിങ്ങൾ പറഞ്ഞ മെത്തേഡ് തെറ്റാന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചെയ്ത മെത്തേഡ് കറക്റ്റ്. അങ്ങനെ ചെയ്താലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. പക്ഷേ രണ്ടുപേരെ ഗുണിക്കുന്നതിന് പകരം ഒരാളെ മാത്രം ഗുണിച്ച് കണക്ക് സോൾവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 5 കൊണ്ടും ഗുണിക്കണമെന്നല്ലേ പറഞ്ഞത്. അതിന് പകരം ഒരു ഇക്വേഷനെ മാത്രം ഗുണിച്ചാൽ
രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിച്ചാൽ ഈ വെറും -y എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളില്ലയോ, അയാൾ ആരായിട്ട് മാറും? -4y. ഇത് +4y-യും ഇത് -4y-യും ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോത്തില്ലേ? അപ്പൊ എളുപ്പമാർഗം അതല്ലേ സംഗതി. അപ്പൊ എഴുത് ഇക്വേഷൻ നമ്പർ 2 × 4. ഓൺലൈൻകാർക്ക് ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായോ? Yes, sir. മനസ്സിലായോ? ഓൺലൈൻകാർക്ക് 3 പേർക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇക്വേഷൻ നമ്പർ 2-നെ 4 കൊണ്ടൊന്ന് കുറിച്ച് പറഞ്ഞാട്ടെ. പറഞ്ഞോ. 2 × 4x, 2x × 4. രണ്ടാമത്തെ ഇക്വേഷനെ മാത്രമേ ഗുണിക്കുന്നുള്ളൂ. 2x × 4 8x മൈനസ് y × 4 4y ഈക്വൽ 3 × 4 12. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഈ 2 തന്നെയാണ് ആരെന്ന് പറയുന്നത്? 3. കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന്റെ ചുവട്ടിലോട്ട് ഇനി ഒന്നെടുത്ത് എഴുതിക്കേ. -4x -5x + 4y = 0. ഇക്വേഷൻ നമ്പർ. ഇപ്പോൾ ആരുടെ കൂടെയുള്ള നമ്പർ ഒരുപോലായി? ആര് പറഞ്ഞു? ഇവിടെ വൈയുടെ കൂടെ ഉള്ളത് -4-ഉം ഇവിടെ വൈയുടെ കൂടെ ഉള്ള +4-ഉം അല്ലേ? ഒരുപോലാണോ? ക്യാൻസലേഷൻ പറ്റും. എന്നുവെച്ചാൽ നമ്പർ ഒരുപോലാണ്, സൈനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ക്യാൻസലേഷൻ? ഒരാള് +ഉം ഒരാള് -ഉം ആണെങ്കിൽ എങ്ങനെ ക്യാൻസലേഷൻ ചെയ്യും? ആഡ് ചെയ്യണം. കൂട്ടിയാലല്ലേ -4y-യും +4y-യും കൂടെ ക്യാൻസൽ ആയിട്ട് 0 എന്ന് വരത്തുള്ളൂ സംഗതി. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 1. ഓൺലൈൻകാർ ക്ലിയർ ആവുന്നുണ്ടോ? ശ്രദ്ധിക്കാം. 8x-നോട് -5x ആഡ് ചെയ്യുന്നു. 8x-നോട് -5x ആഡ് ചെയ്യുന്നു. ഒരാള് പോസിറ്റീവ് ഒരാള് നെഗറ്റീവാ. എങ്ങനെ ആഡ് ചെയ്യുന്നു? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 8x-ൽ നിന്ന് 5x കുറച്ചാൽ 3x. എന്നിട്ട് വലുതിന്റെ ചിഹ്നം വലുതിന്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പൊ എന്താ ആൻസർ? 3x. അത് വർക്കിംഗ് കോളത്തിൽ എഴുതിയിടണം, എങ്കിലേ പിന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇനി -4y-യും +4y-യും കൂടെ ആഡ് ചെയ്യുന്നു. ഉത്തരം 0. -4y-യും +4y-യും രണ്ടും ഒരാൾ തന്നെയാണ്. ഒരാള് പോസിറ്റീവ് ഒരാള് നെഗറ്റീവ്. രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് ഉത്തരം എന്ത് വരും? 0. 12-ഉം 0-യും കൂടെ ആഡ് ചെയ്താൽ 12. അപ്പൊ അങ്ങനെയാണെങ്കിൽ x = 12/3. x = ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല? ഉറപ്പാണേ? ആരുടെ വില കിട്ടി? എക്സിന്റെ വില കിട്ടി. എക്സിന്റെ വില കിട്ടിയ y എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ എഴുതുക. പുട്ട് x = 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 implies -5 × 4 + 4y = 0. -5 × 4 -20 + 4y = 0. അപ്പോൾ 4y -20 അപ്പുറത്ത് പോട്ടെ, -20 അപ്പുറത്ത് പോട്ടെ, +20. അപ്പോൾ y = 20/4. y = x കിട്ടി. എന്തോ ചോദിച്ചോട്ടെ? എക്സും കിട്ടി വൈയും കിട്ടി. ആരാണ് എക്സ് ആരാണ് വൈ? നമ്മൾ തുടങ്ങിയെടുത്ത് തിരിച്ചു പോവാ. എഴുതിയാട്ടെ. ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യാസമം ഉണ്ടെന്നില്ല.
എക്സ് ഈക്വൽ 4. അടുത്തേ ഡിജിറ്റിന്റെ 10th പ്ലേസ് 10ന്റെ സ്ഥാനത്തെ അക്കം സമം y ഈക്വൽ 5. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നമ്പർ ഈക്വൽ അടിപൊളിയായിട്ടുണ്ട്. യൂണിറ്റ് പ്ലേസിലേത് 4ഉം 10th പ്ലേസിലേത് 5ഉം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4ഉം 10ന്റെ സ്ഥാനത്തെ അക്കം 5ഉം. അപ്പൊ ഉത്തരം 54. ഓക്കെ, ഈ ഉത്തരം ശരിയാണോ നമുക്ക് നോക്കണ്ടേ? പേന താത്തു നോക്കും. ഈ ഉത്തരം ശരിയാണോ എന്നറിയാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇത് ശരിയാണോ എന്നറിയാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ, ഇത് ശരിയാണോ എന്നറിയാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ചോദ്യത്തിൽ ആദ്യം പറയുന്നുണ്ട് ആ 2 ഡിജിറ്റ് നമ്പർ, ആ രണ്ടക്ക സംഖ്യ, അതായത് 54 ഇതെന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ 6 ഇൻറ്റു സം ഓഫ് ദ ഡിജിറ്റ് ആണെന്ന്. 5 + 4 ഈക്വൽ 6 ഇൻറ്റു 5 + 4 6 × 9. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? വർക്കിംഗ് കൊടുത്തിട്ട് എഴുതിയിട്ടെ. ഓൺലൈൻകാർക്ക് വെരിഫിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടി കിട്ടിയോ? ഓക്കെ, ഇത്രയും കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു ഐഡിയ തോന്നിയത് നമ്പർ ഒന്ന് തിരിച്ചിട്ടേക്കാം അല്ലേ. അപ്പോൾ 54 എന്ന് പറയുന്ന നമ്പർ ആരായിട്ട് മാറും? 45. ഈ 45മായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം ചോദിച്ച് പറയുന്നുണ്ടല്ലോ. 9 + 4 ഇൻറ്റു സം ഓഫ് ദ ഡിജിറ്റ് അല്ലേ, 5 + 4 ഈക്വൽ 9 + 4 ഇൻറ്റു 5 + 4 9. അപ്പോൾ 9 + 4 × 9 36. 36 36 + 9 45. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? രണ്ട് കണ്ടീഷൻ കറക്റ്റ് ആയില്ലേ? രണ്ട് കണ്ടീഷൻ കറക്റ്റ് ആയോ? ഓൺലൈൻകാർ രണ്ട് കണ്ടീഷനും കറക്റ്റ് ആണോ? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചാട്ടെ. 11 added to a number gives twice another number. എന്നുവെച്ചാൽ ഒരു നമ്പറിനോട് കൂടി ഒരു സംഖ്യയോട് കൂടി 11 കൂട്ടിയപ്പോൾ നമുക്ക് എന്തോ കിട്ടി? വേറെ ഒരു സംഖ്യയുടെ ചോയ്സ്, അതായത് ആ നമ്പർ ഇൻറ്റു 2. ഒന്നുകൂടെ, ഏതോ ഒരു നമ്പർ അതിനോട് എത്ര കൂട്ടിയപ്പോ നമുക്കൊരു ഉത്തരം കിട്ടിയില്ലേ? ആ ഉത്തരം എന്ന് പറയുന്നത് വേറെ ഒരു നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. ക്ലിയർ ആയോ? ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ഓൺലൈൻകാർ ക്ലിയർ ആയോ? ചോയ്സ് മീൻസ് ഇൻറ്റു 2 എന്നർത്ഥം. ബാക്കി അടുത്ത് വായിച്ചാട്ടെ. 20 ആഡഡ് ടു ദി സെക്കൻഡ് നമ്പർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ നമ്പറിനോട് കൂടി 20 കൂട്ടി 20 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തോ കിട്ടി? ഗീവ്സ് ചോയ്സ് ദ ഫസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പറിന്റെ എന്ത് കിട്ടി? ചോയ്സ്. ആദ്യത്തെ നമ്പറിന്റെ എന്ത് കിട്ടി? അങ്ങനാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? അങ്ങനാണെങ്കിൽ ഏതാണ് നമ്മുടെ നമ്പറുകൾ? ചോദ്യം ഇവിടെ കിട്ടിയ ഓൺലൈൻകാർക്ക്. ഓക്കെ, എങ്ങനെ തുടങ്ങും? എഴുതുക. ഫസ്റ്റ് നമ്പർ ഈക്വൽ ഒന്നാമത്തെ സംഖ്യ സമം ഫസ്റ്റ് നമ്പർ ഈക്വൽ ഒന്നാമത്തെ സംഖ്യ സമം എക്സ്. അടുത്ത വരിയിൽ സെക്കൻഡ് നമ്പർ ഈക്വൽ രണ്ടാമത്തെ സംഖ്യ സമം വൈ. രണ്ടൂടെ ചേർത്ത് സങ്കൽപ്പിക്കുക. സപ്പോസ് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇനി ചോദ്യത്തിലെ ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് നമ്പർ. അപ്പൊ എഴുതുക ഫസ്റ്റ് നമ്പർ പ്ലസ് 11. ഒന്നാമത്തെ നമ്പറിനോട് കൂടി എന്ത് കൂട്ടി? 11 കൂട്ടിയപ്പോ അത് എന്തിനോട് ഈക്വൽ ആണ്?
2 ഇൻറ്റു സെക്കൻഡ് നമ്പർ 2 ഗുണം രണ്ടാമത്തെ സംഖ്യ എന്ന് എവിടെ പറയുന്നുണ്ട്? എവിടെ പറയുന്നുണ്ട്? ചോദ്യത്തിൽ പറയുന്നുണ്ട്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൺലൈൻകാർ Yes, sir. ഓക്കെ. ഇനി അങ്ങോട്ട് വില കൊടുത്ത് പറഞ്ഞാട്ടെ. ഫസ്റ്റ് നമ്പർ ഏതാ? എക്സ്. എക്സ് എ പ്ലസ് 11 ഈക്വൽ 2 ഇൻറ്റു വൈ ആണോ? ആണോ? അപ്പോ എക്സ് പ്ലസ് 11 ഈക്വൽ 2 ഇൻറ്റു വൈ 2y. നമ്മൾ ഈ പാഠത്തിൽ ഇതുവരെ പഠിച്ച എല്ലാ കണക്കിനകത്തിലും എക്സും വൈയും ഒരു സൈഡിലും നമ്പർ മറു സൈഡിലുമായിട്ടല്ലേ വരേണ്ടത്. ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 2y ലെഫ്റ്റ് കൊണ്ടുവരിക, 11 റൈറ്റ് കൊണ്ടുപോകും ആണോ? അപ്പൊ പറഞ്ഞാട്ടെ എക്സ് മൈനസ് 2y ഈക്വൽ മൈനസ് 11. ഇക്വേഷൻ നമ്പർ 1. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ ഓൺലൈൻകാർക്ക്? No, sir. ആശി അനക്കൊന്നുമില്ല. No, sir. ഇനി വീണ്ടും അടുത്ത കണ്ടീഷൻ വായിച്ചാട്ടെ. 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ എന്ന് വെച്ചാ രണ്ടാമത്തെ നമ്പരിനോട് കൂടി 20 കൂടും. പറഞ്ഞാട്ടെ 20 പ്ലസ് സെക്കൻഡ് നമ്പർ ഈക്വൽ അതെന്തിനോട് ഈക്വൽ ആണെന്നാ പറഞ്ഞത്? ഈസ് ചോയ്സ് ദ ഫസ്റ്റ് നമ്പർ എന്ന് വെച്ചാ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. മലയാളത്തിൽ 20 അധികം രണ്ടാമത്തെ സംഖ്യ സമം 2 ഇൻറ്റു 2 ഗുണം ഒന്നാമത്തെ സംഖ്യ. ബ്രാക്കറ്റിൽ ഗിവൺ. വില കൊടുത്ത് പറഞ്ഞാട്ടെ 20 പ്ലസ് സെക്കൻഡ് നമ്പർ എത്ര? y ഈക്വൽ 2 ഇൻറ്റു എക്സ്. അപ്പൊ 20 പ്ലസ് y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്. വീണ്ടും ഞാൻ പഴയതുപോലെ പറയുന്നു. എന്തുവാ? എക്സും വൈയും കൂടെ ഒരു സൈഡിലും ബാക്കിയുള്ളവർ മറു സൈഡിലും വരണം. എന്താ മാർഗം പറഞ്ഞാട്ടെ? എന്താണ്? ഈ വൈ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പൊ 20 ഈക്വൽ 2x. ഈ പ്ലസ് വൈ അപ്പുറത്ത് പോകുമ്പോ മൈനസ്. അപ്പൊ 2x മൈനസ് y ഈക്വൽ 20. ഇക്വേഷൻ നമ്പർ 2. രണ്ടാമത്തെ ഇക്വേഷൻ വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 1, 2 ഇക്വേഷൻ മാത്രമായിട്ട് എടുത്തെഴുതിയാട്ടെ. എക്സ് മൈനസ് 2y ഈക്വൽ മൈനസ് 11. ഇക്വേഷൻ നമ്പർ 1. 2x മൈനസ് y ഈക്വൽ 20. ഇക്വേഷൻ നമ്പർ ബോർഡിലേക്ക്. ആദ്യത്തെ ഇക്വേഷനിൽ എക്സിന്റെ കൂടുള്ള നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കൂടുള്ള നമ്പർ അതൊരുപോലാണോ? അല്ല. ആദ്യത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ -2. രണ്ടാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ -1. അപ്പൊ അതും ഒരുപോലാണോ? അല്ല. സോൾവ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരുപോലെ വരണം. ഇതിന് എളുപ്പമാർഗം തോന്നുന്നുണ്ടോ? വേണ്ട. ഇക്വേഷൻ നമ്പർ 1 2 കൊണ്ട് ഗുണിച്ചാ പോരെ? ഗുണിക്കുമ്പോ ഇത് 2x ആകും. നീ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്ത് വരും? -2y വരും. അപ്പോഴാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 2 പറഞ്ഞാട്ടെ 2x മൈനസ് 4y ഈക്വൽ പറഞ്ഞോ -11 ഇൻറ്റു 2 -22. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഈ 1 തന്നെയാണ് ആരെന്ന് പറയുന്നത്? 3. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഇനി അതിന്റെ ചുവട്ടിലൂടെ നമ്മൾ ആരെ എഴുതുന്നു?
2x മൈനസ് വൈ ഈക്വൽ 20 എന്ന ഇക്വേഷൻ നമ്പർ 2 എഴുതുന്നു. ആണോ 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 ഇത് രണ്ടുകൂടെ എന്ത് ചെയ്യണം? എങ്ങനെ മനസ്സിലായി? കുറയ്ക്കണമെന്ന്, സബ്ട്രാക്ട് ചെയ്യണമെന്ന്. 2x 2x സോൾവ് ചെയ്യണമെങ്കിൽ ആ എലിമിനേഷൻ മെത്തേഡ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് 2x നിന്ന് 2x കുറച്ചാൽ 0. അടുത്തത് ശ്രദ്ധിച്ചു കുറയ്ക്കണം. -4y നിന്ന് -y സബ്ട്രാക്ട് ചെയ്യണം. ഉണ്ടോ? മൊത്തത്തിൽ മൈനസിന്റെ ബഹളോ. -4y നിന്ന് -y എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ -4y ഇത് രണ്ടുകൂടെ ചേരുമ്പോ എന്താകും? +y ആകത്തില്ലേ? -4y +y. ഒരാള് നെഗറ്റീവ്, ഒരാള് പോസിറ്റീവ്. -3y. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ -3y ഈക്വൽ, അടുത്തത് ശ്രദ്ധിച്ചു നോക്കണം, -22 നിന്ന് 20 എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇങ്ങനെ കുറയ്ക്കും. രണ്ടുപേരും മൈനസാണ്. കൂട്ടി എഴുതി അതേ ചിഹ്നം. 22 20 കൂട്ടിയാൽ 42, ചിഹ്നം മൈനസ്. അപ്പൊ ആൻസർ -42. ഈ സ്റ്റെപ്പൊക്കെ വർക്കിംഗ് കോണത്തിൽ വേണേ. ഓൺലൈൻകാർക്ക് മനസ്സിലായോ ഈ രണ്ട് സ്റ്റെപ്പ്? അപ്പോൾ ആരുടെ വില നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. വൈയുടെ വില. അപ്പൊ y ഈക്വൽ -42 ഡിവൈഡഡ് ബൈ -3. അപ്പൊ y ഈക്വൽ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. 42 ഡിവൈഡഡ് ബൈ 3, 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14. അപ്പൊ ആരുടെ വില കിട്ടി? വൈയുടെ വില കിട്ടി. വൈയുടെ വില കിട്ടിയാൽ എക്സിന്റെ വില കണ്ടുപിടിക്കാനുള്ള മാർഗം എഴുതുക. പുട്ട് y ഈക്വൽ 14. പുട്ട് y ഈക്വൽ 14 ഇൻ ഇക്വേഷൻ നമ്പർ 1. ആണോ? ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ x മൈനസ് 2 × 14 ഈക്വൽ -11. അപ്പോൾ x മൈനസ് 2 × 14 2 × 14 18, 28 ഈക്വൽ -11. അപ്പോൾ x ഈക്വൽ -11 അപ്പുറത്ത് പോട്ടെ +28. x ഈക്വൽ -11 + 28, -11 + 28. ഒരാള് പോസിറ്റീവ്, ഒരാള് നെഗറ്റീവ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു. 28 നിന്ന് 11 കുറച്ചാൽ 17. വലുതിന്റെ ചിഹ്നം പ്ലസ്. ഓക്കെ. അപ്പൊ എക്സും വൈയും കിട്ടിയില്ലേ? ബാക്കി പറഞ്ഞാട്ടെ. ഫസ്റ്റ് നമ്പർ ഈക്വൽ x ഈക്വൽ 17. സെക്കൻഡ് നമ്പർ ഈക്വൽ രണ്ടാമത്തെ സംഖ്യ സമം y ഈക്വൽ 14, 14. ഈ ഉത്തരം ശരിയാണോ നമ്മൾ എങ്ങനെ പരിശോധിക്കും? രണ്ട് ബോർഡിലേക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നതിനോട് കൂടി 11 കൂട്ടണം. ഫസ്റ്റ് നമ്പർ എത്ര? 17. 17നോട് 11 കൂടെ കൂട്ടുന്നു. 7 1 8, 1 1 2. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കണമെന്ന് അവർ പറയുന്നത്? രണ്ടാമത്തെ നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുന്നത്. രണ്ടാമത്തെ നമ്പർ എത്ര? 14. 14നെ 2 കൊണ്ട് ഗുണിക്കുമ്പോ കിട്ടുന്ന 28 തന്നെയല്ലേ? ഈ 28 വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ടാട്ടെ. അത് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ടാട്ടെ. ആ സ്റ്റെപ്പ് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിടുക. എഴുതിട്ടോ. എഴുതിയോ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ നമ്പറിനോട് കൂടി എത്ര കൂട്ടണം? 20. രണ്ടാമത്തെ നമ്പർ എത്ര? 14. 14നോട് 20 കൂടെ കൂട്ടുന്നു. 4 2 1 3 എത്ര കിട്ടി? 34.
ഈ 34 എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്പറിന്റെ ഇരട്ടിയാണ്. ഒന്നാമത്തെ നമ്പർ എത്ര? 17. 17 ഗുണം 2. ഈ 34 ഒന്നും തന്നെയല്ലേ? ആണോ? ആണോ? അങ്ങനെ നമ്മുടെ കണക്കിന്റെ ആൻസർ ശരിയല്ലേ? ഓൾ സ്റ്റാൻഡേർഡ് ഓൺലൈൻ കണക്ക് മനസ്സിലായോ? Yes, sir. Okay.